ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ നയനെ പിരിഞ്ഞിരിക്കാൻ ആദർശിന് ഭയങ്കര വിഷമമാണ്. ഏതായാലും എല്ലാ സ്വാമിമാരും ഭാര്യമാരുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ നയനയ്ക്ക് മാത്രമാണ് ദേവയാനി വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. ദേവയാനി പറഞ്ഞിരിക്കുന്നത് വേറെ റൂമിൽ കിടക്കണമെന്ന്. അത് പ്രകാരം നമ്മുടെ പാവം നയന വേറെ റൂമിൽ കിടക്കാണ് കേട്ടോ. ഏതായാലും നയനെ വേറെ റൂമിൽ കിടക്കുമ്പം നമ്മുടെ ആദർശ് ഫോൺ വിളിക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ അവരവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജേനെയാണ് കേട്ടോ. അപ്പൊ ജലജ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ ന്യൂസുകളൊക്കെ അറിഞ്ഞല്ലോ. അതായത് ഇന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ രേവതിയും അതുപോലെ അനാമികയും കൂടെ സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ നവ്യനെ കൊല്ലാൻ വേണ്ടിയും നവ്യയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവർ പ്ലാനൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. അപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ മകന് മാത്രമല്ല നവ്യ ശത്രു, നവ്യക്ക് വേറെ ശത്രുക്കളുണ്ടല്ലോ. അപ്പൊ നേരെ ചെന്ന് നമ്മുടെ അഭിയോട് പറയുകയാണ്, ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല മോനെ, ആ നവ്യനെ ഓർത്തിട്ട് ഇനി നമുക്ക് ഒരു പേടിയും വേണ്ട, മിക്കവാറും അവളുടെ കഥ കഴിയുമെന്ന് പറഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്തെങ്കിലും ചെയ്തോ? അല്ല ഇനിയിപ്പോ അമ്മ അവർക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തോ? ഞാൻ കലക്കി കൊടുത്തൊന്നുമില്ല, പക്ഷെ കലക്കി കൊടുക്കാൻ റെഡി ആയിട്ട് ഇവിടെ രണ്ടുപേരുണ്ട്. ആ അനാമിക രേവതിയില്ലേ, അവര് രണ്ടുപേരും കൂടെ ചേർന്ന് നവ്യക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അറിയാലോ, നവ്യ എങ്ങാണ്ടാണ് ആ പായസത്തിൽ അങ്ങാണ്ട് എന്തോ ചെയ്തതെന്നൊക്കെയാ പറയുന്നത്. ആ ഒരു വൈരാഗ്യം മനസ്സിലുള്ളത്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നു കളയണമെന്ന്. അതിനുവേണ്ടി അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പം നമുക്ക് ആ ഒരു കാര്യം നോക്കണ്ട. ഏതായാലും നമുക്ക് പേടിയല്ലായിരുന്നോ, നമ്മൾ എന്തെങ്കിലും അവളെ ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ തലയിൽ പിന്നെ വരും. ഇനി നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവളെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്ക്. അവൾക്കും തോന്നണം നിനക്ക് അവളോട് സ്നേഹമായി തുടങ്ങിയെന്ന്. ഈ മാല ഇട്ട സമയത്തായോണ്ട് നിന്റെ മനസ്സ് മാറിയതാണെന്ന് നവ്യ കരുതിക്കോളും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് രണ്ടുപേർക്കും അവളെ അങ്ങോട്ട് കണ്ണടച്ചങ്ങ് സ്നേഹിക്കാം. പക്ഷേ അവിടെ നമുക്ക് ആവശ്യത്തിലധികം ഉപകാരമുള്ള രണ്ടുപേരുണ്ടല്ലോ, രേവതിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും. അവരെ കൊണ്ട് അതും ഇതുമൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അവർ നല്ല രീതിയിൽ തന്നെ അവക്കിട്ട് പണി കൊടുക്കും. പിന്നെ ആ പായസത്തിൽ എന്തോ ചെയ്തത് അത് നവ്യോ നയനയോ ഒന്നും അല്ല. ഏതായാലും നയനെ ചെയ്തു വെച്ച പായസത്തിൽ നവ്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിനു പിന്നിലും കളിച്ചിരിക്കുന്നത് രേവതിയും അതുപോലെ തന്നെ അനാമികയുമാണെന്നാ തോന്നുന്നത്. ആ വേണു അന്നിവിടെ വന്നായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്. നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പം ആണോ, എങ്കിൽ പിന്നെ നമ്മുടെ ദൗത്യം നമുക്ക് ചെയ്യണ്ടല്ലോ അമ്മേ. ഞാൻ ഏതായാലും അവളെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കാം. അമ്മ കുറച്ച് എരിവൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അവളുടെ കുറ്റമൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അനാമികനെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കാൻ നവ്യ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അമ്മ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെത്താനെ വെളിയിലാക്കിക്കോളും. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോളും. ആ കുഞ്ഞു വയറ്റിൽ ജനിച്ചതാ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടം. അറിയാലോ, വേറൊരു പെണ്ണിനെ പോലും കെട്ടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാൽ ഇവിടെ ഒരു ഭാര്യയും കുഞ്ഞും ഉള്ളപ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു അവകാശം ഈ കുടുംബത്തിനോ എനിക്കോ വേണ്ട. അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലുന്നത് തന്നെയാണ് നല്ലത്. അമ്മയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു മൂപ്പങ്ങ് കൂട്ടാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ജലജ മൂപ്പ് കൂട്ടാൻ നല്ല ആളാണല്ലോ. ഈ സമയമാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ അബി റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സന്തോഷത്തോടു കൂടിയാട്ടോ ചെല്ലുന്നത്. അപ്പം നവ്യ ചോദിച്ചു, ഇതെന്ത് പറ്റി അബിക്കുന്ന ഭയങ്കര സന്തോഷമാണല്ലോ, എന്താ എന്തെങ്കിലും സോപ്പിംഗ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ സോപ്പ് ഇടുന്നത്? അത് പിന്നെ വേറൊന്നും അല്ല നവ്യേ, ഞാൻ കുറേ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഏതായാലും 41 ദിവസത്തെ നീണ്ട വ്രതമാണല്ലോ. ഇതും കൊണ്ട് ആ പാപം അങ്ങ് തീരുവാണ്. പാപം അങ്ങ് തീരട്ടെ. ഇനിയിപ്പം ഞാൻ പാപം ചെയ്യാനോ കള്ളത്തരം ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല. എനിക്കിനി ഭക്തിമാർഗം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതുമല്ല, നമുക്കൊരു കുഞ്ഞ് വളർന്നു വരികയല്ലേ. നിന്റെ വയറ്റിലാണെങ്കിലും ഓരോ വളർച്ചയും അതിനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ആ വളർച്ചയൊക്കെ എനിക്കങ്ങ് കാണണം, ആസ്വദിക്കണം. ഒരച്ഛനാകാൻ പോവല്ലേ ഞാൻ. അപ്പം അതിൻ്റെതായ മാറ്റമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ ചോദിച്ചു, അല്ല അഭി തന്നെയാണ് ഈ പറയുന്ന ഇതൊക്കെ? സത്യമായിട്ടും അഭി മാറിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ,
ഇനി ഭക്തി മതി. ഇനിയുണ്ടല്ലോ ഞാൻ കള്ളത്തരവും കൗശലവും ഒക്കെ മാറ്റി വെക്കുക നവ്യേ. ഇനി നിനക്ക് വേണ്ടി ജീവിക്കാൻ പോവാ. നിനക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയാ ഞാനിനി ജീവിച്ചു തുടങ്ങുന്നത്. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് വരുമ്പോൾ ഈ പുതിയൊരു ആയിരിക്കും. പിന്നെ അമ്മയ്ക്കും കുറച്ച് പശ്ചാത്താപമൊക്കെ ഉണ്ട് മനസ്സിൽ നിന്നെ വേദനിപ്പിക്കുന്നതിൽ. അത് നന്നായിട്ട് എനിക്കറിയാം അഭി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലല്ല, വേറെ ആര് മാറിയാലും അഭിയുടെ അമ്മയും മാറുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അമ്മയും പതുക്കെ മാറും. ഏതായാലും എനിക്ക് കിട്ടിയ നീ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാ. അത് എനിക്ക് ഏതും ആകട്ടെ. ഇനി ഏതായാലും നമുക്കിടയിൽ ഒരു മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലോ ഒന്നും വേണ്ട. ആദർശേട്ടൻ നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ നിന്നെ എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കുന്നു? എനിക്ക് സ്നേഹിച്ചൂടെ? അവര് നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മളെന്തിനാ ജീവിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യനെ അഭി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. ഈ സമയത്താണ് നമ്മുടെ അനാമിക ചെല്ലുന്നത്. അനാമിക ചെന്ന് ഓരോന്ന് അതും ഇതുമൊക്കെ പറയാണ് നമ്മുടെ അനിയോട്. അനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ലല്ലോ അനാമിക. അങ്ങനെ അനാമിക ചെന്നിട്ട് വേറൊന്നുമല്ല പറയുന്നത്, ഇവിടെ എല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന നയനയാണ്. നയന ആദർശേട്ടൻ നയനയെ ആദർശേട്ടൻ എന്നൊന്നും അല്ല കേട്ടോ, ആദർശ് നയനയെ സ്നേഹിക്കുന്ന കണ്ടില്ലേ, അതുപോലെ നിനക്ക് എന്നെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കലും നയനയിടത്തിയായിട്ട് നിന്നെ അത് പറ്റില്ല, നിന്നെ നോക്കാൻ പറ്റില്ല. കാരണം നയനയിടത്തെയും നീയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയത് തന്നെ അനന്തപുരി തറവാട്ടിലെ മരുമകളാകാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നയനയിടത്തി അങ്ങനെയല്ല. ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയത് ഈ വീടിന് നന്മയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനും നല്ല മരുമകളാകാനും നല്ലൊരു ഭാര്യയാകാനൊക്കെയാ. നീ എത്ര ശ്രമിച്ചാലും അത് നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനാമിക. നീ പിന്നെ വെറുതെ എന്തിനാ ഈ കെട്ടുവിദ്യയായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? നിനക്കല്ലെങ്കിലും ഇപ്പോഴും മനസ്സിൽ മറ്റവളാണല്ലോ. അനാമികെ, ഞാനിപ്പോൾ മാല ഇട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് വഴക്ക് പിടിക്കാനോ നിന്റെ കൂടെ മത്സരിക്കാനോ ഒന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും എന്താ. പിന്നെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും മാറി മാറി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ? നിന്റെ അമ്മയുടെ അച്ഛനെയും കൂട്ടുപിടിച്ചിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അത് വേറെയുള്ളവരുടെ മണ്ടയ്ക്ക് കൊണ്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്ക് കയറി കൊണ്ടുവിട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ നമ്മുടെ അങ്ങനെയൊക്കെ ഒരു ചെറിയ സംശയം നമ്മുടെ അനാമികയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അനി അങ്ങനെയൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല. എനിക്കറിയാം ഏകദേശം അനാമികേനെയും വേണുവിനെയും ഒക്കെ അറിയാം കേട്ടോ. ഏതായാലും നേരം പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേണു വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം വേണു വീട്ടിലെത്തുന്നത് മറ്റൊരു മരുന്നുമായിട്ടാണ്. അപ്പം വേറെ ഒന്നിനുമല്ല, ഒരു വിഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു വിഷം കഴിച്ചാൽ ചാവില്ല. പതിയെ 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 ഞരമ്പിലൂടെയൊക്കെ വ്യാപിച്ച് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തോ ഒരു വിഷം എവിടെന്നോ കൊണ്ടുവന്ന് നമ്മുടെ അനാമികയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് കൊടുക്കുന്നവർ ഒരാഴ്ചക്കുള്ളിൽ തട്ടിപ്പോകും. അതും കഠിനമായ വേദന അറിഞ്ഞ് ഏറ്റവും ക്രൂരമായിട്ട് എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ ആയിരിക്കും മരിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം പായസത്തിൽ പൊടി കലത്തിയ പോലെ ആയി പോകല്ലിത്. ഇത് നമുക്കൊരു ദോഷവും വരാൻ പാടില്ല. അതുകൊണ്ട് നീ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ കിളവനെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ വകവരുത്താൻ നോക്കുക. അതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. ആ കിളവനുള്ളിടത്തോളം കാലം ഇവിടെ നിന്നൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കിളവനെ തട്ടണം എന്ന് പറയുമ്പോഴത്തേക്കും കിളവനെയൊക്കെ തട്ടാം. അതിനു മുമ്പായിട്ട് തന്നെ ആ നവ്യക്ക് കുറച്ചിത് കൊടുക്കണം. എനിക്ക് അവളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ അവൾ വെള്ളം കുടിപ്പിച്ചില്ലേ. അത് ഓർക്കുമ്പോൾ എനിക്ക് വയ്യാന്ന് പറയുമ്പം അതൊക്കെ മോളുടെ ഉചിതം പോലെ ചെയ്തോ. ഏതായാലും മോളായത് ചെയ്തതെന്നോ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഒന്നും കൊണ്ടുതരാതെ ഈ ഒരു സമയത്ത് തന്നെ കൊണ്ടുതരുന്നത്. മോള് മോളുടേതായ രീതിയിൽ ചെയ്തോണം. പിന്നെ രേവതി ഇവിടെ ഉണ്ടല്ലോ, അതാ എനിക്ക് ആകെ ആശ്വാസം. ഏതായാലും ഞാൻ പോവുക. ഞാൻ ഇനി ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് സംശയം തോന്നിയാലോ. അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറയുക. അങ്ങനെ ആ ഒരു എന്തോ ഒരു വിഷമാണ് കേട്ടോ. ആ സംഭവം ഇങ്ങനെ മരുന്നും കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് ആർക്കിട്ടാണോ പണി കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ പണി ആർക്കിട്ട് എത്തുമെന്നും അറിയില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ അനാമിക തന്നെ അനാമികയ്ക്ക് കുഴിക്കുന്ന ഓരോ കുഴികളാണ്. ഈ കുഴിയും അനാമികയ്ക്ക് തന്നെയാണ് അനാമിക കുഴിക്കുന്നത്. ഏതായാലും അതൊക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ദേവയാനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ദേവയാനീനെ നോക്കാൻ ആരാ ഉണ്ടാവുക? നമ്മുടെ നയന മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ അനാമികയുടെ തനി നിറം ദേവയാനി മനസ്സിലാക്കുകയും ചെയ്യും. ഏതായാലും ദേവയാനിയും നമ്മുടെ ജാനകിയും തമ്മിലൊരു ഫൈറ്റ് അവിടെ തുടങ്ങും. കാരണം
നയനെ പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് വരുമല്ലോ. ഏതായാലും കാത്തിരുന്ന് കാണാമല്ലോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നേരുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു ചാനലുണ്ട്. അപ്പം റിയൽ സ്റ്റോറി എന്നാണ് ആ ചാനലിൻ്റെ പേര്. പിന്നെ ജിൽജിൽ ചിന്നു 2.0 ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും രണ്ടിലും നമ്മൾ കഥ ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ള കഥകൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശുഭരാത്രി. ടാറ്റാ ബൈ ബൈ.